السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും പരലോക ജീവിതം അല്ലാഹു സന്തോഷമായി കൊടുക്കട്ടെ. പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അല്ലാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾ എത്ര നമ്മൾ പറഞ്ഞാലും തീരാത്ത അത്ര വലിയ സ്വഭാവ ഗുണമായിരുന്നു അവിടത്തേക്ക്. ഒരു സംഭവം പറയാം. സ്വഹീഹുൽ ബുഖാരിയും സ്വഹീഹ് മുസ്ലിമും രേഖപ്പെടുത്തുന്ന ഹദീസ്. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഇങ്ങനെ നടക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് സേവനം ചെയ്ത ഒരു മഹാനാണ്. അങ്ങനെ ഒരു അറാബിയായ ഒരു മനുഷ്യൻ നബി തങ്ങളുടെ അടുക്കൽ വന്നു. നബി തങ്ങളുടെ തോളിൽ ഒരു പുതപ്പുണ്ടായിരുന്നു. നജ്റാനിൽ നിർമ്മിച്ച കര നല്ല കട്ടിയുള്ള ഒരു പുതപ്പ് നബി തങ്ങൾ ധരിച്ചിരുന്നു. അറാബിയായ ഒരു മനുഷ്യൻ വന്നിട്ട്, അറാബി എന്നൊക്കെ പറഞ്ഞാൽ ഒരു എപ്പോഴും നാട്ടിൽ ആളുകളുമായി സഹവസിക്കാത്ത ഒരാൾ, മലൻ്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ ആടുമേച്ച് ജീവിക്കുന്ന, അത്രത്തോളം ചിലപ്പോൾ അറിവുകളൊന്നും വല്ലാതെ ഉണ്ടാവില്ല, ആളുകളുമായി സംസാരിക്കേണ്ട രീതി സ്വഭാവമൊന്നും ചിലപ്പോൾ അത്രത്തോളം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരാളാണ് അറാബി. ആ ഒരു അറാബിയായൊരു മനുഷ്യൻ എപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ നബി തങ്ങളുടെ ആ ഒരു ആളുകൾ കൂടുന്നിടത്ത് ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോൾ സമകാലികമായ രീതിയിലുള്ള ചില സാഹചര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ജോലിയെടുക്കുന്നു, അങ്ങനെ ജീവിക്കുന്നു, അങ്ങനെ ഒരു കൂട്ടം ആളുകൾ. ആ മനുഷ്യൻ, അറാബിയായൊരു മനുഷ്യൻ, ഒരു അനർബി എന്ന് വേണമെങ്കിൽ പറയാം, വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുണ്ടങ്ങോട്ട് വലിച്ചു, നബി തങ്ങൾ ഈ പുതപ്പങ്ങോട്ട് വലിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ നല്ല വേദന അനുഭവപ്പെട്ടു. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫനളർതു ഇലാ സഫഅതി ആതിഖി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പിരടിയുടെ ആ മടക്കിലേക്ക് ഞാനിങ്ങനെ നോക്കിയപ്പോൾ, വഖദ് അസ്റത് ബിഹാ ആശിയത്തു റിദാഇ മിൻ ശിദ്ദത്തി ജബദതി. അറാബിയുടെ ആ ശക്തിയായ ആ ഒരു വലി കാരണം, ആ ഒരു വലിക്കൽ കാരണം അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിരടിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല തെളിഞ്ഞ ശരീരത്തിൽ അത് പ്രത്യേകം എടുത്ത് കാണുന്നുണ്ട്. പക്ഷെ ആ വേദനിച്ചപ്പോഴൊന്നും അറാബിയോട് ഒരു മോശമായിട്ട്, ഒരു ദേഷ്യപ്പെട്ട് അറാബിയോട് മുത്തുനബി തങ്ങൾ സംസാരിച്ചില്ല. സ്വാഭാവികമായും പ്രതികരിക്കാനുള്ള ഒരു അവകാശം ഉണ്ട് ഇവിടെ. ഒരു കാരണമല്ലാതെ അള്ളാഹിൻ്റെ റസൂലിനെ വന്ന് ഇങ്ങോട്ട് വലിച്ച് ഉപദ്രവിച്ചതാണ്. സ്വാഭാവികമായും മനുഷ്യൻ തിരിച്ചടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും, അല്ലെങ്കിൽ കേസെങ്കിലും കൊടുക്കും, അല്ലെങ്കിൽ ആരോടെങ്കിലും പരാതിയെങ്കിലും പറയും. ഇവിടെ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എന്താണ് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞത് എന്താണ്? യാ മുഹമ്മദ്, നബി തങ്ങളോട് ആ മനുഷ്യൻ ഇങ്ങനെ പറയുകയും ചെയ്തു,
വലിക്കുക മാത്രമല്ല, നബിതങ്ങളുടെ പിരടിയിൽ അടയാളം പ്രത്യക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ശക്തിയായൊരു വലിക്കൽ ആ മനുഷ്യൻ വലിച്ച് വേദനിപ്പിച്ചിട്ടും പിന്നീട് ഇങ്ങനെയും കൂടെ പറഞ്ഞു, യാ മുഹമ്മദ് മുർലി മിമ്മാലില്ലാ ഇല്ലദീ ഇൻദക, നിൻ്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ മുതൽ എനിക്ക് തരാൻ നീ കൽപ്പിക്കു മുഹമ്മദേ. യഥാർത്ഥത്തിൽ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങനെ ഒരു രീതിയിൽ ഒരാളും സംസാരിക്കൂല. ശത്രുക്കൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ. നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾ പോലും യാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് വിളിക്കൽ അപൂർവമാണ്. നബിതങ്ങളെ ബഹുമാനിച്ചിട്ടാണ് എല്ലാവരും വിളിക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരൊരാൾ വലൈക്കും സലാം പറയുന്നുണ്ട്, വലൈക്കും സലാം ഹസ്ബുല്ല എന്ന പേര് കാണുന്നുണ്ട്. ഒമാനിൽ ഒരു പള്ളിയിൽ ഒരു ഉസ്താദിനെ വേണം. എവിടേക്കാണാവോ? ഒന്ന് അറിയിക്കി. എന്നാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാമല്ലോ. ഞാനൊരു നമ്പർ പറയാം. ആ നമ്പറിലേക്ക് നിങ്ങളൊന്ന് ഒരു മെസ്സേജ് അയച്ചാൽ മതി. 99 46 56 87. ഒന്നുകൂടെ പറയട്ടെ, 99 46 56 87 287 ഉണ്ട് അവസാനം. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ എന്താണ് ചെയ്തത്? ഫൽതഫത ഇലൈഹി, റസൂലുള്ള ഒന്ന് ആ മനുഷ്യനിലേക്കൊന്ന് നോക്കി. ഫളഹിക, നബിതങ്ങളൊന്ന് ചിരിച്ചു, ഒന്ന് പുഞ്ചിരിച്ചു നബിതങ്ങൾ. സുമ്മ അമറ ലഹു ബി അതാൾ, പിന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി റസൂലുള്ള കൽപ്പിക്കുകയും ചെയ്തു. ഇതാ നബിതങ്ങൾ ചെയ്ത ഒരു മാതൃക. നമുക്കൊന്നും ഇങ്ങനെ അങ്ങോട്ട് ചെയ്യാൻ സാധിക്കൂല. അതല്ലേ മഹാനായ ഇമാം ബുസൂലി റഹിമഹുല്ലാ, ഒരു ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, മഹാനവറുകൾ റസൂലുള്ളാഹിനെ പറ്റി പുകഴ്ത്തി പറഞ്ഞ ആ ഒരു ബുറുദ ബൈത്തിൽ നമുക്കൊക്കെ അറിയുന്ന, നമ്മളൊക്കെ പരിചയമുള്ള, നമ്മളൊക്കെ ചൊല്ലാറുള്ള ബുറുദ ബൈത്തിൽ പറയുന്നത് എന്താ? ഫഖന്നബിയ്യിന ഫി ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനുഹു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രൂപത്തിലും സ്വഭാവത്തിലും മറ്റു പ്രവാചകന്മാരെക്കാൾ മുകളിലാണ്. അറിവിലും ഔദാര്യത്തിലും മറ്റു പ്രവാചകന്മാർ നബിതങ്ങളോട് അടുത്തേക്ക് എത്തുകയുമില്ല. ഇങ്ങനൊരു സ്വഭാവ ഗുണം അത് നബിതങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അള്ളാഹു തന്നെ ഖുർആനിൽ നബിതങ്ങളെ പറ്റി പറയുന്ന വഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നാണ്. അളീം, നബിയെ അങ്ങ് വളരെ ഉത്തമമായ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാണ് നബിയെ. അള്ളാഹു നമുക്കെല്ലാവർക്കും മുത്തുനബി തങ്ങളെ സ്നേഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് നബിതങ്ങളുടെ ഇങ്ങനത്തെ മദ്ഹുകളൊക്കെ നമുക്ക് പറയാലോ. നബിതങ്ങളുടെ ചരിത്രങ്ങൾ, നബിതങ്ങളുടെ ജീവിതത്തിൻ്റെ ആ മഹത്തായ സംഭവങ്ങളൊക്കെ നമുക്ക് ഓർക്കാം, വായിക്കാം, മനസ്സിലാക്കാം. അതാണ് നമ്മൾ ഈ വീഡിയോ കൊണ്ട്
റസൂലുള്ളാഹിനെ നമുക്ക് മാതൃകയാക്കണം. നബിതങ്ങളെ ഇഷ്ടപ്പെടുന്നതോടുകൂടെ തന്നെ റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ മനസ്സോടടുപ്പിക്കണം. നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ ഹൃദയത്തിൽ മുത്തുനബിതങ്ങളാണ് മറ്റു ജനങ്ങളെക്കാൾ, മറ്റു സൃഷ്ടികളെക്കാൾ. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ബന്ധമുള്ളത് നമ്മുടെ ഹബീബിനോടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിൻ്റെ മഹത്വങ്ങൾ, ഹബീബിൻ്റെ പുണ്യങ്ങൾ, അവിടുത്തെ പ്രത്യേകതകളൊക്കെ നമ്മൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്കൊരുപാട് ഗുണങ്ങളുണ്ടാകും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് അറിവുകൾ, വലിയ അറിവുകളുണ്ടെന്ന് വിശ്വാസമല്ല, എങ്കിലും ചില ചെറിയ ചെറിയ അറിവുകളൊക്കെ കിട്ടുമല്ലോ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കാണുമ്പോൾ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്ത് നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.